നമ്മളെല്ലാവരും തന്നെ ഈ വർഷത്തെ ആദ്യത്തെ മാസമായ ജനുവരിയിലെ അവസാനത്തെ ദിവസത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കൃത്യമായി നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനുള്ള അവസാന ദിനം കൂടെയാണ് ഇന്നത്തെ ദിവസം. ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് നിങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തി എന്നുള്ളത് ഉറപ്പാക്കണം. ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത്, മറന്നു പോയിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുന്നതിനും അതെല്ലാം വിട്ടുപോയതാണെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം മാർച്ച് മാസത്തിലേക്ക് അടുക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മളുടെ പെൻഡിങ് ഉള്ള ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള തുകകൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓരോ മാസങ്ങളിലെയും ഇൻസെൻറ്റീവ് തുക കിട്ടുക. ആയത് മുടക്കം കൂടാതെ കൃത്യമായി മുഴുവൻ തുകയും ലഭിക്കുന്നതിന് നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അംഗൻവാടി വർക്കർ പെർഫോമൻസ് ഇൻസെൻറ്റീവും അംഗൻവാടി ഹെൽപ്പർ പെർഫോമൻസ് ഇൻസെൻറ്റീവും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഏതൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ തുക നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അതിനായിട്ട് വളർച്ചാ നിരീക്ഷണം 80% പൂർത്തിയാക്കുന്നതിനും ഒപ്പം തന്നെ ഹോം വിസിറ്റ് ഭവന സന്ദർശനം 60% പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അനുവദിക്കുന്ന 500 രൂപയുടെ ഇൻസെൻറ്റീവ് കൃത്യമായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാർച്ച് മാസത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൃത്യമായി ഈ രേഖപ്പെടുത്തലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. നമുക്ക് ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നത് ഈ മാസത്തിലെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ആയതുകൊണ്ട് ഈ മാസത്തെയെങ്കിലും തുകകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വളർച്ചാ നിരീക്ഷണം ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് പൂർത്തിയാക്കുക. അതേപോലെ തന്നെ ഹോം വിസിറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഡ്യൂ ആയി കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിസിറ്റ് നടത്തിയതാണെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായി മിസ്സാവുന്നതിന് മുന്നേ തന്നെ രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ പോഷൻ മിഷൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് അഥവാ സാമൂഹികാധിഷ്ഠിത പരിപാടി. ഓരോ മാസങ്ങളിലും കൃത്യമായ തീമിലും തീയതിയിലും 2 CB നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ നടത്തിയ CBയുടെ എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായി നിങ്ങൾ ഓഫീസിലേക്ക് സമർപ്പിച്ചാലും പോർഷൻ ട്രാക്കറിലേക്ക് എൻട്രി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക നഷ്ടമാവും. ആയതുകൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ CB എന്ന് കാണുന്ന പേജ് ക്ലിക്ക് ചെയ്ത് അവിടെ 2 CBയും വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്ന് ഉറപ്പാക്കണം. ഏതെങ്കിലും ഒരു CB വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നാണ് അവസാന ദിവസം. കൃത്യമായി വിട്ടുപോയതൊക്കെ രേഖപ്പെടുത്തി നിങ്ങളത് കൂടി സബ്മിറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷനായിട്ട് പുതിയത് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെൻഡിങ് വെക്കാതെ പൂർത്തിയാക്കുക. അതിലുപരി THR എന്നുള്ള ആ ഒരു വലിയൊരു സർവീസ് നമ്മൾ അംഗൻവാടിയിലൂടെ നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ FRSന് വിധേയമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ THR പൊടികളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടും ഫേസ് നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെൻഡിങ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഗുണഭോക്താക്കൾ നിലവിലുണ്ടെങ്കിലും നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ എല്ലാം തന്നെ FRSന് വിധേയമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതായത് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ ഇന്നുകൂടെ അവസരമുണ്ട്. ഇന്ന് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തിലേക്ക് നമുക്ക് ചെയ്യാനോ മാർക്ക് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ദിവസം കഴിഞ്ഞാൽ നാളെ 1-ാം തീയതിയായി വരുന്ന സമയം പുതിയൊരു പേജായിരിക്കും പോർഷൻ ട്രാക്കറിലേക്ക് മാറി വരിക. അപ്പോൾ ജനുവരി മാസത്തിലെ വിതരണം ചെയ്ത THR കാര്യങ്ങളൊന്നും തന്നെ പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ മാസത്തിൽ പൊടി വിതരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ FRSുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വളർച്ചാ നിരീക്ഷണവും ഹോം വിസിറ്റും CBയും FRSലൂടെ THR കൊടുത്തതൊക്കെ തന്നെ കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഈ അവസാനത്തെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.